മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് വിഷ്ണു സഹസ്രനാമത്തിലെ 98-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. ശ്ലോകം: അക്രൂരപേശലോ ദക്ഷോ ദക്ഷിണക്ഷമിണാംബര വിശുദ്ധോത്തമോ വീതഭയ പുണ്യശ്രവണകീർത്തന. ആദ്യത്തെ നാമം അക്രൂരഃ എന്ന്. അക്രൂരഃ എന്ന് വെച്ചാൽ ക്രൂരത ഇല്ലാത്തവൻ. ക്രൂരത എന്ന് വെച്ചാൽ ക്രൗര്യം തന്നെ. ക്രൗര്യം എന്ന് വെച്ചാൽ എന്താണ് എന്ന് വെച്ചാൽ ഒരു മനസ്സിൻ്റെ ഒരു ധർമ്മമാണ്. കോപം കൊണ്ട് ഉണ്ടാവുന്നതായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ധർമ്മമാണ്, മനസ്സിൽ ഉണ്ടാവുന്നതായിട്ടുള്ള ഒരു വികാരം എന്ന് പറയട്ടെ. അതാണ് ക്രൗര്യം എന്ന് പറയുന്നത്. മനസ്സിൻ്റെ ഒരു അവസ്ഥ, എന്തും ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു അവസ്ഥ, അവസ്ഥാവിശേഷം ഉണ്ടാവണു. അതാണ് ക്രൂരശബ്ദത്തിന് അർത്ഥം എന്ന്. ക്രൗര്യം എന്നുള്ള പദത്തിന് അർത്ഥം. ആ ക്രൗര്യം ഉള്ളവൻ ക്രൂരൻ. ഭഗവാന് ക്രൗര്യം ഇല്ല, അതുകൊണ്ട് ഭഗവാൻ അക്രൂരഃ എന്ന്. എന്താണ് ഭഗവാന് ക്രൗര്യം ഇല്ല എന്ന് പറയണത്? ക്രൗര്യം എങ്ങനെ ഉണ്ടാവണു, ക്രൂരത എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവണത് എന്ന് വെച്ചാൽ അത് കോപം കൊണ്ട് ഉണ്ടാവണതാണ്. കോപം കൊണ്ട് ഉണ്ടാവുന്നതായിട്ടുള്ള ഒരു കോപാധിക്യം, കോപം അത്യധികമായിട്ട് വരുമ്പോൾ ഉണ്ടാവുന്നതായിട്ടുള്ള ഒരു ധർമ്മമാണ് ക്രൗര്യം എന്ന് വന്നത്. അല്ലെങ്കിൽ വല്ലാത്തതായിട്ടുള്ള സന്താപം, ദുഃഖം ഉണ്ടാവുക, ആഗ്രഹം സാധിക്കാണ്ടിരിക്കുമ്പോഴാണ് ദുഃഖം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ക്രൗര്യം ഉണ്ടാവുന്നത്. ഭഗവാനെ സംബന്ധിച്ച് കാമം, ക്രോധം ഇതൊന്നുമില്ല. കാമക്രോധാദികളൊന്നും ഭഗവാന് ഇല്ല. എല്ലാ അങ്ങനെയുള്ളതായിട്ടുള്ള വികാരങ്ങളെയൊക്കെ ജയിച്ചിട്ടുള്ള ആളാണ് ഭഗവാൻ. അപ്പോൾ അതുകൊണ്ട് കാമക്രോധാദികളില്ലാത്തത് കൊണ്ട് ക്രൗര്യവും ഭഗവാന് ഇല്ല എന്ന്. അത് അക്രൂരഃ എന്നുള്ളത്. ഇനി അടുത്തത് പേശലഃ. പേശലഃ എന്ന് വെച്ചാൽ മനോഹരമായിട്ടുള്ളത്, ഭംഗിയുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. ആ ഭംഗിയുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭംഗി മനസ്സിനെ ആകർഷിക്കണതാണല്ലോ. എങ്ങനെയാണ് ഭംഗി ഉണ്ടാവണത്? ഭംഗി എന്ന് വെച്ചാൽ കാണാനുള്ളതായിട്ടുള്ള ഭംഗി മാത്രമല്ല, ആ മനസ്സിനെ പിടിച്ചു നിർത്താവുന്നതായിട്ടുള്ള എന്തിനും ഭംഗി എന്ന് പറയാം. അപ്പോൾ അവിടെ കർമ്മങ്ങൾ, ഒരാളുടെ പെരുമാറ്റങ്ങൾ, പ്രവൃത്തികൾ, അതൊക്കെ നമുക്ക് വളരെ ഇഷ്ടമായിട്ട് വളരെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നതാണ്, മനോഹരങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതും പേശലാണ്. അതല്ലെങ്കിൽ വാക്ക് വളരെ ഭംഗിയായിട്ടേ പറയുള്ളൂ, അങ്ങനെയുള്ളതായിട്ടുള്ള ആളുകളുടെ വാക്കും ഭംഗി എന്ന് പറയും നമ്മൾ. വാക്കിനും ഭംഗിയുണ്ട്. ഭംഗിയായിട്ടുള്ള പ്രവൃത്തി, ഭംഗിയായിട്ടുള്ള വാക്ക്, ഭംഗിയായിട്ടുള്ള ശരീരം, ശരീരത്തിനുണ്ട് ഭംഗി. മനസ്സിന് ഭംഗിയുണ്ട്. മനസ്സിന്, വാക്കിന്, ശരീരത്തിന്, എല്ലാറ്റിനും ഭംഗി എന്നുണ്ടാവുമ്പോൾ അത് ഭംഗി എന്ന് പറയുന്നത് അത് മനസ്സിനെ ആകർഷിക്കുന്നതാവുമ്പോഴാണ് ഭംഗി. അപ്പോൾ അങ്ങനെയുള്ളത് ഭഗവാന് എല്ലാം തന്നെ, ഭഗവാന്റെ കർമ്മങ്ങളും വാക്കും മനസ്സും ശരീരവും ഒക്കെ തന്നെ മനോഹരങ്ങളാണ്, മനസ്സിനെ ആകർഷിക്കത്തക്കവയാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ പേശലഃ എന്നുള്ളതായ നാമത്തിന് അർഹനായി. പേശലഃ എന്നുള്ളതായിട്ട് നാമം വന്നു എന്ന്. പിന്നെ ദക്ഷഃ എന്ന്. ദക്ഷഃ എന്നുള്ളത് സമർത്ഥൻ എന്നുള്ള അർത്ഥമാണ്. ഈ സാമർഥ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഈ സാമർഥ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയാറുള്ളതായിട്ടൊരു സാമർഥ്യം ഉണ്ടല്ലോ, അയാൾ നല്ല സാമർഥ്യക്കാരനാണെന്ന് പറയണത്. ആ സാമർഥ്യമല്ല ഇവിടെ പറയണത്. ഇവിടെ പറയണത് എന്ത് കാര്യവും ചെയ്ത് സാധിപ്പിക്കുന്നതിനുള്ളതായിട്ടുള്ള കഴിവ്, അതിനെയാണ് സമർത്ഥൻ എന്ന് പറയണത്. അപ്പം ഇവിടെ സാമർഥ്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, ആ ദക്ഷത്വം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, ദക്ഷത ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ വേണം എന്നാണ്. ഒന്ന്, അതിന് തക്കതായ ശരീരപുഷ്ടി ഉണ്ടാവണം, വളർച്ച ഉണ്ടാവണം. പിന്നെ രണ്ടാമതായിട്ട് ശക്തി ഉണ്ടാവണം. ശരീരപുഷ്ടി വേണം, ശക്തി വേണം. അത് രണ്ടും ഉണ്ടായാലും പോരാ. പിന്നെ എന്താണ് വേണ്ടത്? വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ളതായിട്ടുള്ള കഴിവ് വേണം. എനിക്ക് ശക്തിയുണ്ട് എന്ന് വെച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്, ചെയ്ത് കഴിയേണ്ട സമയത്തല്ലാതെ കണ്ട് കുറേ കഴിഞ്ഞിട്ട് ചെയ്തതുകൊണ്ട് കാര്യമില്ല. അത് ആ വേണ്ട സമയത്ത് വേഗത്തിൽ ചെയ്തു തീർക്കാനുള്ളതായിട്ടുള്ള കഴിവും കൂടി വേണം. അപ്പോൾ ഇത് 3 കൂടിയാലേ ദക്ഷനാവുള്ളൂ എന്നാണ്. അതായത് ഏതൊക്കെയാണ് 3? ഒന്ന്, വളർച്ച വേണം, ശക്തി ഉണ്ടാവണം, പിന്നെ വേഗത വേണം, വേഗത്തിൽ കാര്യം സാധിക്കാനുള്ളതായിട്ടുള്ള കഴിവ് വേണം. ഇത് 3 കൂടിയ ആളാണ് ദക്ഷഃ എന്ന് പറയുന്നത്. ഭഗവാൻ ഇത് 3 ഉള്ളത് കൊണ്ട് ഭഗവാൻ
ദക്ഷന ആയി എന്ന് സാരം. ഇനി അടുത്തത് ദക്ഷിണ എന്ന്. ദക്ഷിണ എന്നുള്ളതും ദക്ഷ എന്നുള്ളതും ഒരേ അർത്ഥം തന്നെയാണ് രണ്ടിനുള്ളത്. പക്ഷേ രണ്ട് വാക്കുകളായതുകൊണ്ട് അവിടെ ആവൃത്തി എന്നുള്ളതായിട്ടുള്ള ദോഷം, രണ്ട് ശബ്ദങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ആവർത്തന ദോഷം ഇല്ല എന്നാണ് ഭാഷ്യത്തിൽ പറയാം. ആവർത്തന ദോഷം അങ്ങനെ അനവധി പദങ്ങൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. അവിടെയൊന്നും ആവർത്തന ദോഷം ഇല്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരേ അർത്ഥത്തിലുള്ളതായിട്ടുള്ള പല പദങ്ങളും ഇതിനു മുമ്പും സഹസ്രനാമത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ മധുമാര്യ ദക്ഷ ദക്ഷിണ എന്നുള്ളത് രണ്ടും ഒരേ അർത്ഥമാണ് എങ്കിലും ഭിന്ന ശബ്ദങ്ങളാണ് എന്നുള്ളത് കൊണ്ട് ഒരേ അർത്ഥത്തിലുള്ളതായിട്ടുള്ള ഭിന്ന ശബ്ദങ്ങളാണ്. ഇനി അതല്ലാതെ കണ്ട് ദക്ഷിണ ശബ്ദത്തിന് വേറെയും അർത്ഥം പറയാം എന്ന് പറയുന്നുണ്ട്. എന്താണ് വേറെ അർത്ഥം പറയാവുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗച്ഛതി എന്നുള്ള അർത്ഥത്തിൽ ദക്ഷിണ എന്നുള്ളത് ദക്ഷശബ്ദം, ഗമനാർത്ഥത്തിലുണ്ട് ദക്ഷശബ്ദം. അപ്പോൾ ഗമിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ദക്ഷിണ എന്നാവാം. അല്ലെങ്കിൽ ഹനിക്കുക എന്നുള്ള അർത്ഥത്തിലും ദക്ഷശബ്ദം പ്രയോഗിക്കും. അപ്പോൾ ദക്ഷിണ എന്നുള്ളത് ഹനിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലും വരാം. അപ്പോൾ ഭഗവാൻ ഗമിക്കുന്നവനാണ്, ഹനിക്കുന്നവനുമാണ്. എന്താണെന്ന് വെച്ചാൽ സംസാരം ഗമനം ഭഗവാൻ സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് ദക്ഷിണ എന്നുള്ളതായിട്ടുള്ള, അതായത് ഗമനശീലൻ എന്നുള്ളത് കൊണ്ട് ദക്ഷിണ എന്നുള്ളതായിട്ട് നാമധേയം വരാം. പിന്നെ അതല്ലാതെ കണ്ട് ഹിനസ്തി എന്നുള്ള അർത്ഥം, ഹിംസിക്കുന്നു, കൊല്ലുന്നു എന്നുള്ള അർത്ഥത്തിൽ ദക്ഷിണ ശബ്ദം പ്രയോഗിക്കാം എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ അർത്ഥത്തിലാവുമ്പോൾ ഹിനസ്തി എന്നുള്ളത് ഒന്നുകിൽ പ്രളയത്തിൽ എല്ലാറ്റിനെയും തന്നിൽ വഹിക്കുന്നു എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ ദുഷ്ടന്മാരെ ഹനിക്കുന്നു എന്നുള്ളതായിട്ടുള്ള, അധർമ്മം ചെയ്യുന്നവരെ ഹനിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ദക്ഷിണ ശബ്ദം പറയാം എന്ന്. അപ്പോൾ ദക്ഷിണ ശബ്ദത്തിന് അങ്ങനെ മൂന്നർത്ഥം പറഞ്ഞു. ഇനി അടുത്തത് ക്ഷമിണാംബരഹ, ക്ഷമാവത്തുക്കളിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളവൻ, ക്ഷമ ഉള്ളവരിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ളവൻ എന്ന്. ക്ഷമ ഉള്ളവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗികൾ ക്ഷമയുള്ളവരാണ്, പൃഥ്വി മുതലായവർ ക്ഷമയുള്ളവരാണ്. യോഗികൾക്കൊക്കെ മാനസികമായിട്ടുള്ള ക്ഷമയാണ് യോഗികൾക്കുള്ളത്. എന്തും സഹിക്കാനുള്ളതായിട്ടുള്ള കഴിവ്, ആ മാനസികമായിട്ടുള്ള ക്ഷമയാണ് യോഗികൾക്കൊക്കെ ഉള്ളത്. ഭൂമിക്ക് അങ്ങനെയല്ല, പൃഥ്വി തുടങ്ങിയവയ്ക്കുള്ളതായിട്ടുള്ള ക്ഷമ വഹിക്കാൻ, ഭാരം വഹിക്കാനുള്ളതായിട്ടുള്ള ക്ഷമയാണ്. രണ്ട് തരത്തിലും ഭഗവാൻ അങ്ങനെയുള്ള ക്ഷമ ഉള്ളവരിൽ വെച്ച് ശ്രേഷ്ഠനാണ്. അതായത് യോഗികളുടെ ക്ഷമയും ഭഗവാന് ഉണ്ട്, അവരിൽ വെച്ച് ശ്രേഷ്ഠനാണ് ഭഗവാൻ. ഭൂമി മുതലായവ ഭാരം വഹിക്കുമ്പോൾ അതിനുള്ളതായിട്ടുള്ള ക്ഷമത അതും ഭഗവാനുണ്ട്. അപ്പം അതുകൊണ്ട് ഭഗവാൻ അതിലും ശ്രേഷ്ഠനാണ്. ആ ഭൂമിയെ പോലും വഹിക്കാൻ കഴിവുള്ളവനാണ്. അപ്പോൾ അങ്ങനെ ആ ക്ഷമിണാം വരഹ, ക്ഷമ ഉള്ളവരിൽ വെച്ച് ശ്രേഷ്ഠനാണ് ഭഗവാൻ എന്നതുകൊണ്ട് ക്ഷമിണാം വരഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം. അടുത്തത് വിദ്വാൻമാരിൽ വെച്ച് ശ്രേഷ്ഠൻ, ഏറ്റവും വിദ്വത്വം ഉള്ളവൻ, വിദ്വത്തമഹ എന്ന്. എന്താണ് ഭഗവാന് വിദ്വത്തമനായത്? സർവജ്ഞനാണ് ഭഗവാൻ. ഭൂമിയിൽ ഉണ്ടായതും ഉള്ളതും ഇനി വരാൻ പോകുന്നതുമായ, ഭൂമിയിലെന്നില്ല പ്രപഞ്ചത്തിൽ ഉണ്ടായതും ഉള്ളതും ഇനി വരാൻ പോകുന്നതുമായിട്ടുള്ള എല്ലാറ്റിൻ്റെയും ജ്ഞാനം ഭഗവാനുണ്ട്. എന്തുകൊണ്ട്? ഭഗവാൻ നിത്യനാണ്, വിഭുവുമാണ്, എല്ലാ ദിക്കിലും വ്യാപിച്ച് നിൽക്കുന്നവനാണ് ഭഗവാൻ, എല്ലാ കാലത്തും ഉള്ളവനുമാണ് ഭഗവാൻ. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ സാമീപ്യമില്ലാതെ കണ്ട് പ്രപഞ്ചത്തിൽ യാതൊന്നും ഒരു കാലത്തും ഉണ്ടാവണില്ല. അപ്പം ഭഗവാൻ നേരിട്ട് അവയെ എല്ലാം അറിയുന്നു എന്നുള്ളത് കൊണ്ട് സർവജ്ഞനാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെ പോലെ ഇങ്ങനെ ത്രികാലജ്ഞാനവും സർവദേശജ്ഞാനവും ഉള്ളതായിട്ട് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ വിദ്വത്തമഹ, വിദ്വാൻമാരിൽ വെച്ച് ശ്രേഷ്ഠനാണ് ഭഗവാൻ എന്ന്. വിദ്വത്തമഹ വീതഭയ, ഭഗവാന് സംസാരത്തെക്കുറിച്ച് യാതൊരു ഭയവുമില്ല. ഈ സംസാരത്തിലുള്ളതായിട്ടുള്ള വർത്തനത്തെക്കുറിച്ച്, സംസാരത്തിൽ ഭഗവാൻ വർത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തൻ്റെ ഇഷ്ടപ്രകാരം വർത്തിക്കേണ്ടതാണ്. അല്ലാതെ കണ്ട് ആരെയും ഭയന്നിട്ടല്ല, വേറെ ആരുടെയും നിർബന്ധം കൊണ്ടല്ല ഭഗവാൻ ഈ സ്വയം സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ സ്വയം സ്വീകരിച്ചിരിക്കുന്നത് ജനങ്ങളെ ഉപകാരത്തിന് വേണ്ടിയിട്ടാണ്, ജനോപകാരാർത്ഥം ആണ് ഭഗവാൻ ഈ അവതാരങ്ങളൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാന് ആ സംസാരത്തിനെക്കുറിച്ച് യാതൊരു ഭയവുമില്ല, എപ്പോൾ വേണമെങ്കിൽ അത് ഉപേക്ഷിക്കാം എന്നുള്ള സ്വയം അതിന് പ്രാപ്തി ഉള്ളതുകൊണ്ട് ഭഗവാന് സംസാരത്തെക്കുറിച്ച് യാതൊരു ഭയവും ഇല്ല. വീതഭയ എന്ന്. ഇനി പുണ്യശ്രവണ കീർത്തന, ഭഗവാന്റെ
നാമങ്ങൾ ജപിക്കുന്നതും കേൾക്കുന്നതും കീർത്തിക്കുന്നതും പുണ്യശ്രവണ കീർത്തന. ഭഗവാന്റെ ശ്രവണവും കീർത്തനവും ഒക്കെ പുണ്യമാണ്. അതുകൊണ്ട് ഭഗവാന് പുണ്യശ്രവണ കീർത്തന എന്നുള്ളതായ നാമധേയം എന്ന്. അക്രൂരപേശലോ ദക്ഷോ ദക്ഷിണക്ഷമിണം വര വിദ്വത്തമോ വീതഭയ പുണ്യശ്രവണ കീർത്തന.